ഹായ് ഫ്രണ്ട്സ്, ഫയർജിൽ സ്കാൽപ്പേഴ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചർ വന്നിട്ടുണ്ട്. ക്വിക്ക് ട്രേഡ് എന്നുള്ളത് നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ടോപ്പിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഇതിലൊരു പുതിയ ബട്ടൺ ആഡ് ആയിട്ടുണ്ട്, ക്വിക്ക് ട്രേഡ് എന്നുള്ളത്. അത് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. നിങ്ങൾക്ക് അത് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും കാര്യങ്ങൾ. അതിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്ന ഒറ്റ ക്ലിക്കിൽ ഓർഡർ പ്ലേസ് ചെയ്യാന്നുള്ളതാണ്. അതായത് ബൈ ഓർഡർ ആയാലും സെൽ ഓർഡർ ആയാലും സിംഗിൾ ക്ലിക്കിൽ പ്ലേസ് ചെയ്യാന്നുള്ളതാണ്. അതിനുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സെറ്റിങ്സ് നമുക്ക് പോയാൽ അതിൻ്റെ ക്വാണ്ടിറ്റി മറ്റു കാര്യങ്ങളെല്ലാം എൻ്റർ ചെയ്തേക്കാൻ പറ്റും. സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് അടക്കം സെറ്റ് ചെയ്യാൻ പറ്റും. അത് വെച്ച് നമുക്ക് ഒറ്റ ക്ലിക്കിൽ പിന്നെ നമ്മുടെ എൻട്രി ലെവൽ എത്തുമ്പോൾ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ സെല് ചെയ്യാനും പറ്റും. ഈ ക്വിക്ക് ട്രേഡ് എന്നുള്ള ബട്ടൺ എനേബിൾ ചെയ്താൽ രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് ഡോം വഴി, അല്ലാതെ നമുക്ക് സെറ്റിങ്സിൽ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചാൽ പിന്നീട് നോർമൽ ഓർഡർ ഇടുന്ന രീതിയിലും ചെയ്യാൻ പറ്റും. നമുക്ക് സെറ്റിങ്സിൽ പോയാൽ പുതിയൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്വിക്ക് ട്രേഡ് എന്നുള്ളൊരു സെറ്റിങ്സ്. ഡോം വഴി ഓർഡർ ഇടുന്ന കാര്യം പിന്നെ പറയാം. നമുക്ക് ആദ്യം ക്വിക്ക് ട്രേഡിലുള്ള സെറ്റിങ്സിൽ നോക്കാം. ജസ്റ്റ് സെറ്റിങ്സിൽ പോയാൽ അവിടെ ക്വിക്ക് ട്രേഡിൻ്റെ ഓപ്ഷൻ കാണാൻ പറ്റും. അതൊന്ന് ഓൺ ചെയ്യാം. സെറ്റിങ്സ് വിൻഡോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ഏറ്റവും ടോപ്പിലുള്ള ഒന്ന് ഇൻട്രാഡേ, നെക്സ്റ്റ് ഓവർനൈറ്റ് എന്നുള്ള ഓപ്ഷനാണ്. ഈ രണ്ട് ഫീച്ചറും നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ പ്രധാനമായിട്ട് എല്ലാവരും ഇത് സ്കാൽപ്പിങ്ങിനായിരിക്കും ഈ ഒരു ഫീച്ചർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് നോക്കാം. പിന്നെ അതിൻ്റെ താഴെ കാണാൻ പറ്റുന്ന ഒന്ന് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതിൽ നമുക്ക് അബ്സല്യൂട്ട് വാല്യൂ ആയിട്ടും ചെയ്യാം, അല്ലെങ്കിൽ പെർസെൻറ്റേജിലും സെറ്റ് ചെയ്യാം. അതുപോലെ ടാർഗറ്റും സെറ്റ് ചെയ്യാം. അതായത് കവർ ഓർഡറും ബ്രാക്കറ്റ് ഓർഡറും നമുക്ക് ഇതിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതും വാല്യൂയിലും സെറ്റ് ചെയ്യാം, പെർസെൻറ്റേജിലും സെറ്റ് ചെയ്യാം. അതിൻ്റെ താഴെ പൊസിഷൻ സൈസിങ് ആണ്. പൊസിഷൻ സൈസിങ്ങിലും നമുക്ക് 3 രീതിയിൽ കൊടുക്കാൻ പറ്റും. ഒന്ന് എമൗണ്ട് ബേസ് ചെയ്തിട്ടുള്ള പൊസിഷൻ സൈസിങ്, അല്ലെങ്കിൽ നമുക്ക് എത്ര ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ലോട്ട് എന്നുള്ള കാര്യം സെറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് മാർജിൻ അത് വെച്ചിട്ടും നമുക്ക് ഈ 3 രീതിയിലും നമുക്ക് പൊസിഷൻ സൈസിങ്ങും ചെയ്യാൻ പറ്റും. ഈ 3 കാര്യങ്ങൾ സെറ്റിങ്സിൽ സേവ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നീട് നമ്മൾ ഓർഡർ ഇടുന്ന സമയത്ത് ഇതൊന്നും സെറ്റ് ചെയ്യേണ്ടി വരുന്നില്ല. നമുക്ക് ജസ്റ്റ് ബൈ ഓർ സെൽ ചെയ്യേണ്ട മാത്രമേ ഇത് വരൂ. അപ്പോൾ ഈ കാര്യങ്ങളിൽ നമ്മൾ ഓൾറെഡി സെറ്റാണ്. അതനുസരിച്ചായിരിക്കും നമ്മൾ ഓർഡർ പ്ലേസ് ആവുന്നത്. അതിനുശേഷം താഴെ വന്ന് നിങ്ങൾക്ക് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം അല്ലെങ്കിൽ നിങ്ങൾക്ക് സേവ് ചെയ്യുകയും ചെയ്യാം. ഈ കാര്യങ്ങൾ സെറ്റ് ചെയ്ത ശേഷം സേവ് ചെയ്യാം. പിന്നീട് നിങ്ങൾക്ക് ഓർഡർ വിൻഡോയിൽ നിങ്ങൾക്കറിയാം, മുകളിൽ ആ ഒരു സൈഡിൽ കാണിക്കുന്ന ആ ഒരു ബൈ സെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ബൈ ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ബൈ ചെയ്യാം. പല രീതിയിൽ ബൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഫയർസിൽ. ഇതിനൊക്കെ നമ്മൾ മുമ്പും പല വീഡിയോയിലും പറഞ്ഞതാണ്. അതുകൂടാതെ നമുക്ക് ചെയ്യുന്നതും നമുക്ക് ബൈ സെൽ ഓർഡർ ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ രീതിയിൽ ഏതെങ്കിലും ഒന്നിൽ രീതിയിൽ നമുക്ക് ബൈ ഓർഡർ സെൽ ഓർഡർ ഇടാം. അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സ്പീഡാക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഡോം വഴി ഇടാം. അതിനെക്കുറിച്ച് നമ്മൾ പറയാം. ഫാമിലി ഓർഡർ ഇടാൻ വേണ്ടി അതുകൊണ്ട് ക്വാണ്ടിറ്റി കുറച്ചിട്ടുണ്ട്. 2 ലോട്ട് മാത്രം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഓർഡർ വിൻഡോയിൽ പോവാം. നമുക്ക് ജസ്റ്റ് അവിടെ ഒരു ബൈയിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി, നമുക്ക് ഓർഡർ പ്ലേസ് ആവും അപ്പോൾ തന്നെ. നമ്മൾ മുമ്പ് ഫയർസിൻ്റെ വീഡിയോയിൽ പല പ്രാവശ്യം പറഞ്ഞതാണ്, നമുക്ക് മൾട്ടി വിൻഡോ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ 2 or 3 വിൻഡോസ് നമുക്ക് ഒറ്റ പേജിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് ഒന്നിൽ ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ആണ്, ബാങ്ക് നിഫ്റ്റിൻ്റെ ചാർട്ട് ഒന്നിൽ, അതിൻ്റെ പ്രീമിയം ചാർട്ട്, ഇപ്പോൾ കോള് പുട്ട് ഡിഫറെൻറ്റ് ആഡ് ചെയ്ത് വെക്കാം. അതിനനുസരിച്ച് നമുക്ക് മൂവ്മെൻറ്റ് അനുസരിച്ച് വേണ്ടതിൽ ഓർഡർ ഇടാം. അങ്ങനെയുള്ള പല ഓപ്ഷൻസ് ഇതിലുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ വീണ്ടും പറയുന്നില്ല. നമ്മൾ മുമ്പത്തെ ഫയർസിൻ്റെ വീഡിയോയിൽ പലതും പറഞ്ഞതാണ് അതിനെക്കുറിച്ചൊക്കെ. എങ്കിലും നിങ്ങൾക്ക് പുതിയ ആൾക്കാരാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഫയർസിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ളത്. അതുവഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ഈ പ്ലാറ്റ്ഫോം ഒന്ന് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്തായാലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ നല്ല ഫീച്ചേഴ്സ് ഉള്ള ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം തന്നെയാണ് ഫയറിൻ്റെത്. ഓക്കെ, നമ്മുടെ ട്രേഡ് ഇപ്പോൾ റണ്ണിങ് ആണ്. നമുക്കിത് കട്ട് ചെയ്യണമെങ്കിൽ പല രീതിയിൽ കട്ട് ചെയ്യാം. ഒന്ന് ജസ്റ്റ് അവിടെ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു പൊസിഷൻ കാണുന്ന ആ ഭാഗത്തുള്ള ക്രോസ് മാർക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് പൊസിഷൻ കട്ട് ചെയ്യാം. അല്ലെങ്കിൽ ജസ്റ്റ് മുകളിൽ ആ റെഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അവിടെ നിന്ന് സെല് ചെയ്യാം. പിന്നെ നമുക്ക് മൂന്നാമത് സെല് ചെയ്യാൻ പറ്റുന്നത് ഡോം വഴിയും സെല് ചെയ്യാം. ഓക്കെ, പല രീതിയിൽ സെല് ചെയ്യാം നമുക്ക് ഈ പൊസിഷനിങ്. ഇനി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ഡോം വഴിയും ഓർഡർ ഇടാനുള്ള ഓപ്ഷൻ ഉണ്ടെന്നുള്ളത്. അതായത് ഡെപ്ത് ഓഫ് മാർക്കറ്റ്, അതായത് ഓക്കെ, ഞാൻ ഡോം കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ക്വിക്ക് ട്രേഡ് ഒന്നുകൂടി റീഎനേബിൾ ചെയ്യാമെന്ന്. ആ ഒരു ഡോമിൻ്റെ ഏറ്റവും താഴെ നിങ്ങൾക്ക് ഒരു കാര്യം കാണാൻ പറ്റും, ക്വാണ്ടിറ്റി സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതുകൂടാതെ നിങ്ങൾക്ക് പ്രൈസ് വിൻഡോ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ലിമിറ്റ് ഓർഡർ ഉണ്ട് വരും ചിലപ്പോൾ ഈ ഒരു പ്രീമിയത്തിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് പ്രൈസ് ലെവലിലാണ് ലിമിറ്റ് ഓർഡർ ഉണ്ട്, ആ ലെവലിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അവിടെ വെച്ച് ഓർഡർ പ്ലേസ് ആവും. ആ ഒരു ലിമിറ്റ് പ്രൈസിന് ഓർഡർ പ്ലേസ് ആവും. അപ്പോൾ ആ ഒരു രീതിയിൽ ഓർഡർ ഇടാനും കൂടി ഈ ഡോം വളരെ യൂസ്ഫുൾ ആണ്, ലിമിറ്റ് പ്രൈസിൽ ഓർഡർ ഇടാൻ വേണ്ടി. അല്ലാതെ താഴെ ബൈയും സെല്ലും ഉണ്ട്, അതുവഴി നമുക്ക് ഓർഡർ ഇടാവുന്നതാണ്. ഒറ്റ ക്ലിക്കിൽ ഓർഡർ പ്ലേസ് ആവും. ആ ഒരു ഫീച്ചറാണ് നമ്മൾ
ഈ ഒരു സ്കാൽപ്പിംഗ് ട്രേഡിൽ ഇതിനെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാക്കി ക്വിക്ക് ട്രേഡിനെ മാറ്റുന്നത്. ഈ ഒരു ടൂൾ പരിചയപ്പെടുത്താനുള്ളതായിരുന്നു ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്ന എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. പൈസയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് അതുവഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ശേഷം വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ നമുക്ക് ഇപ്പോൾ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ബേസിക് കോഴ്സ് സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് തരുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ എന്ന് പറയാൻ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.